അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രസിദ്ധമായ വിനോദസഞ്ചാരികൾക്കെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല രീതികൾ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതി രമണീയമായ ഉക്കടം എന്ന സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ കാഴ്ച വിശേഷങ്ങളുമായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു, തിരുസാവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു, മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു, ചരയണയാനായി മനമിന്നും തുടി തുടിച്ചു, സൗഭാഗ്യം നൽകൂ നാഥ സന്തോഷം തീർക്കൂ, മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ, സൗഭാഗ്യം നൽകൂ നാഥ സന്തോഷം തീർക്കൂ, മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ, തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു, തിരുസാവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു, മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു, ചരയണയാനായി മനമിന്നും തുടി തുടിച്ചു. കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഉക്കടം എന്ന സ്ഥലം എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ യാത്രക്കാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഉക്കടം എന്ന സ്ഥലം. തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു, തിരുസാവിധത്തിൽ തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു, തിരുസാവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു, മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു, ചരയണയാനായി തിരുമുഖം നേരിൽ കാണാൻ ഇത് ഞാനും നമ്മുടെ കൊതിച്ചു, ഉക്കടത്തിലെ മറ്റൊരു കാഴ്ചയാണ്. കണ്ണിനും കാതിനും എല്ലാം കുളിർമയേകുന്ന സുന്ദരമായ കാഴ്ച. പൂക്കച്ചവടം ചെയ്യുന്ന കുറേ അക്കന്മാരെയും അണ്ണന്മാരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയിലും അടുക്കിലും ചിട്ടയിലുമാണ് അവരെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ജമന്തി, മുല്ലപ്പൂ, റോസാപ്പൂ അങ്ങനെ നിരവധി പൂക്കൾ നമുക്ക് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കുറഞ്ഞ വിലയ്ക്ക് എല്ലാം വാങ്ങിക്കാമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് കാഴ്ചക്കാരിലും ആസ്വാദകരിലും കുളിർമയേകുന്ന, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന, വസന്തം തീർക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഉക്കടത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ നേരെ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിറച്ച് നമുക്ക് യാത്രക്കാരെയും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെയും വന്നാൽ കാണാൻ സാധിക്കും. നേരെ കാണുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. ഇതിന് നേരെ ലെഫ്റ്റ് സൈഡുള്ള റോഡ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. ഇത് നമ്മുടെ മജീദ് ഖാൻ്റെ തട്ടുകടയാണ്. ഇവിടെ പലവിധത്തിലുള്ള സ്നാക്സുകളും ഒരുക്കി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ വിലയ്ക്ക് നമുക്ക് ഓരോ സ്നാക്സുകളും ആസ്വദിച്ച് കഴിക്കാമെന്നത് തന്നെയാണ്. ഇവിടെ സ്റ്റാർട്ടിങ് 5 രൂപ മുതലാണ് ഓരോ സ്നാക്സിൻ്റെയും വില.
കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ കടയിൽ വന്ന് ചായ കുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഫ്രഷായ നമ്മുടെ ഉക്കടത്തിൻ്റെ മെയിൻ പാതയാണിത്. ഇതിലൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. എല്ലാ വാഹനങ്ങളും നമ്മുടെ ബൈപ്പാസ് എന്ന് പറയുന്നത് ഉക്കടത്തിൻ്റെ ബൈപ്പാസാണിത്. ഇതിലൂടെയാണ് എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. പാലക്കാടിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. പാലക്കാടിലേക്കുള്ള റോഡാണ് ഈ മുൻവശത്തിലൂടെ നിങ്ങൾ കാണാൻ കഴിയുന്നത്. ആറ്റുപാലം പാലക്കാട് എന്നീ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. പാലക്കാടിലേക്കും അതുപോലെ തന്നെ ആറ്റുപാലത്തിലേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ ഈ മുൻവശത്ത് കൂടെ കാണുന്നത്. ഇവിടുത്തെ രാത്രി അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗി. നമ്മുടെ ഉക്കടത്തിൻ്റെ രാത്രിയിലെ കാഴ്ച കേട്ടോ. ഉക്കടത്തിൻ്റെ നഗരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രാത്രിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വർണ്ണ അലങ്കാരം കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. നഗരങ്ങളെല്ലാം വർണ്ണ അലങ്കാരം കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. നല്ല ഭംഗിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ചകളാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും അതുപോലെ തന്നെ ഓരോ പ്രകൃതി രമണീയമായുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയാണ്. ഇനി അപ്പുറത്തേക്ക് നമുക്ക് കായലുണ്ട്. സവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു. മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു. ചാരയണയാനായി മാനം ഇന്നും തുടി തുടിച്ചു. നമ്മുടെ ഉക്കടത്തിന്റെ ഒരു മെയിൻ സിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. മെയിൻ സിറ്റിയാണ്. നാളെ ഹൗലിന്റെ നായകരായവര്, നാഥൻ കൗസറിന് അധികാരം കൊടുത്തവര്. നാളെ ഹൗലിന്റെ നായകരായവര്, നാഥൻ കൗസറിന് അധികാരം കൊടുത്തവര്. സഫാ മർവ മലയുടെ നായകര്, സർവജനതയ്ക്കും നബിയായി ഉദിച്ചവര്. തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു. തിരുസവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു. മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു. ചാരയണയാനായി മാനം ഇന്നും തുടി തുടിച്ചു. സൗഭാഗ്യം നൽകൂ നാഥ
തിരു സവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു ചാരയണയാനായി മനമിന്നും തുടി തുടിച്ചു സൗഭാഗ്യം നൽകൂ നാഥ സന്തോഷം തീർക്കൂ മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ സൗഭാഗ്യം നൽകൂ നാഥ സന്തോഷം തീർക്കൂ മനസ്സിന്റെ മുറാദുകൾ നിറവേറ്റിടൂ തിരുമുഖം നേരിൽ കാണാൻ ഞാനും കൊതിച്ചു തിരു സവിധത്തിൽ അണയാനായി മാനം കൊതിച്ചു മദീനത്തെ മണ്ണിൽ നിന്നെ മാടി വിളിച്ചു ചാരയണയാനായി മനമിന്നും തുടി തുടിച്ചു പതിമക്കാപുരിയിലായി പിറന്നവര് പ്രകാശമായി തെളിഞ്ഞവര് ഇതാണ് നമ്മുടെ ഉക്കടത്തിന്റെ രാത്രി കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനിയും നിരവധി കാഴ്ചകൾ കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.